ഒരു എന്തെങ്കിലും പഴയ ചാക്ക് പോലത്തെ വാക്കുകൾ പറഞ്ഞ് സമയം പോക്കിയിട്ട് കാര്യമില്ല. അതെല്ലാം കഴിഞ്ഞു, കാലങ്ങൾ കടന്നു. അതാണ് ഇന്നത്തെ ലോകം ശ്രദ്ധിക്കുന്നത്. ഇന്നിപ്പോൾ അമേരിക്കയിൽ ഒരുത്തൻ ഇതുപോലെ പ്രസംഗിക്കുന്നുണ്ട്, നമുക്ക് ഈ മിറ്റത്ത് വെച്ചാൽ കാണാം. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. മുമ്പാണെങ്കിൽ അതല്ല, റേഡിയോ താഴെ ഒരു പേപ്പർ ഉണ്ടാവാൻ ആളാണ് കിട്ടൂ. ഇന്ന് പുരോഗമിച്ച് എല്ലാം കാത്തിരിക്കുകയാണ്. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ കേൾപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്ന് കാട്ടുവാണ്, ഞാൻ ഇന്നലെ മുടിവെട്ടി, എങ്ങനെയുണ്ട് എന്റെ തല എന്ന് പറയാൻ. മുമ്പതല്ല, ഓട്ടം കൊടുത്തയച്ചു, നാളെങ്ങൾ കഴിഞ്ഞ് തിരിച്ച് കത്തുപോയാലോ ഇങ്ങളെ ഫോട്ടോ കണ്ടെന്ന് പറയാനാവും. അങ്ങനത്തെ ദുനിയാവിൽ ജീവിക്കും. ഇതാ അടുത്തിരിക്കുന്നു, സംശയം ആയിരിക്കും വേണ്ട. നമ്മൾ എല്ലാവരും ഇതല്ലെങ്കിൽ നാളെ മരിക്കും. നാളെ മകരി വിളിക്കരിക്കുമെന്ന് നമുക്കാർക്കും പറയാനാവൂല. അങ്ങനത്തെ കാലഘട്ടം. എപ്പോഴും മരണം നമ്മളെ കൂടെയുണ്ട്. വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചു വന്നാൽ തിരിച്ചു പറയാം. അങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റില്ല ആരും. അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോട് തിരുപ്പിടിയോട് കൂടിയാൽ ഒത്താൽ പിടിക്കാന്ന് പറഞ്ഞ പോലെ, അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾക്കെല്ലാം വിജയിക്കും. ഒരു പഴയ ചാക്ക് പോലത്തെ വാക്കുകൾ പറഞ്ഞ് കൂളി ഭാഷ പോലെ ഊരിപ്പാക്കുകയാണെങ്കിൽ ശരിയാവൂല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള കുറെ പൈസകൾ ആദ്യത്തുകൊണ്ട് അതെല്ലാം വാങ്ങി നമ്മളുടെ ചെവിയുടെ പണി ബാധില്ലാതെ നമുക്ക് പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ഈ നാട്ടിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ പോരാ. എന്തുണ്ടെങ്കിൽ തങ്ങളെ ഒരു ഏറ്റെടുത്ത് നമ്മൾ ബഹുമാനിച്ച് അങ്ങനെ ആദരിക്കുക എന്നല്ലാണ്ട് എല്ലാം അവരെ എന്ത് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് ക്യാമ്പീനുമാണോ എന്നെല്ലാവരും ഉത്സാഹിക്കുക. അത് മാത്രമല്ല, തങ്ങളെ പിടിച്ച് നോക്കി എല്ലാം ശരിയല്ല. ബഹുമാനിക്കാൻ, ആദരിക്കണം. ഒരു പറയും പോലെ ഒരു പറയുന്നില്ല, ഇല്ല വരങ്ങോട്ട് പോകും. അമ്മക്ക് ദുനിയാവിലോട്ടാണ് ഇങ്ങനത്തെ ഒരാളെ അമ്മക്ക് കിട്ടൂല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, മനസ്സിലായിക്കോ. ഉറക്കും ആ ചായപ്പെട്ട തങ്ങൾക്കും സ്ഥലം വിടാന്നുള്ളതുകൊണ്ട് ഇനിയും പറയാനുള്ള നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ബഹുമാനപ്പെട്ട നമ്മളുടെ സ്ഥാനക്കൊക്കെ വെളിച്ചത്തിൽ